നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്ത് നമ്മൾ എത്രയോ രാജാക്കന്മാരെ കണ്ടിരിക്കുന്നു, എത്രയോ മാച്ച് വിന്നർമാരെ കണ്ടിരിക്കുന്നു. കോടികൾ സമ്പാദിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരുള്ള വമ്പൻ താരങ്ങൾ പലപ്പോഴും ഒരു പരാജയം ഏറ്റുവാങ്ങുമ്പോൾ, അല്ലെങ്കിൽ കരിയറിലെ ഏറ്റവും കടുത്ത ഒരു അഗ്നിപരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സാധാരണക്കാരന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും തയ്യാറാകില്ല. എല്ലാം നഷ്ടപ്പെട്ട് ഒരു പരാജിതനായി നിൽക്കുന്ന ഒരു കളിക്കാരന്റെ മെന്റാലിറ്റി ചിലപ്പോൾ അതിന് സമ്മതിച്ചു എന്ന് വരില്ല. തോൽവിയുടെ ഭാരവും വിമർശനങ്ങളും ഏറ്റുവാങ്ങുമ്പോൾ അവർ തങ്ങളുടെ ലോകത്തേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകും. എന്നാൽ സുഹൃത്തുക്കളെ, അവിടെയാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന മലയാളി താരം മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാകുന്നത്. കളിക്കളത്തിലെ റൺസിനേക്കാൾ, തനിക്കു നേരെ ഉയരുന്ന കല്ലേറുകളേക്കാൾ സഞ്ജു വിലമതിക്കുന്നത് തന്നെ ജീവശ്വാസമായി കാണുന്ന ആരാധകരുടെ ഹൃദയത്തെയാണെന്ന് തെളിയിക്കുന്ന കരളലിയിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ഇംഗ്ലണ്ട് മത്സരത്തിൽ ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ചയ്ക്ക് ശേഷം ഇംഗ്ലണ്ടിൽ കനത്ത മഴ മൂലം കളി തടസ്സപ്പെട്ട ആ നിമിഷം സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ കനത്ത വിഷമത്തോടെ ഇരുന്ന ഒരു മലയാളി ആരാധകൻ ഡഗ്ഔട്ടിലിരുന്ന സഞ്ജുവിനോട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ സഞ്ജു നൽകിയ ആ മറുപടിയും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും കണ്ണു നനയിക്കുന്നതാണ്. മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വരുത്തിക്കൊണ്ട്, എന്നാൽ ഉള്ളിലെ കനത്ത വിഷമം ഒളിപ്പിച്ചു വെക്കാൻ പാടുപെട്ടുകൊണ്ട് സഞ്ജു ആ ആരാധകനോട് കൈകൂപ്പി പറഞ്ഞു, അളിയ, നെക്സ്റ്റ് ടൈം എടുക്കാം. തന്റെ കരിയർ തകർക്കാൻ വടക്കൻ ലോബികളും വിമർശകരും വലവിരിച്ചു കാത്തിരിക്കുന്ന ഈ കടുത്ത സാഹചര്യത്തിൽ ഒരു ഡക്കൌട്ടിന്റെ നിരാശയിലിരിക്കുമ്പോൾ പോലും ഒരു ആരാധകനെ നിരാശനാക്കാതെ സഞ്ജു കാണിച്ച ആ വലിയ മനസ്സ്. കളി തോറ്റാലും സഞ്ജു എന്ന മനുഷ്യൻ ആരാധകരുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് ഒരു രാജാവായി തുടരുന്നത്? സ്പോർട്സ് പിച്ചിന്റെ കണ്ണു തുറപ്പിക്കുന്ന വൈകാരികമായ ഒരു ഇൻസൈഡ് വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്കാദ്യം ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിന്റെ മാനസികാവസ്ഥയിലേക്ക് വരാം. കോടിക്കണക്കിന് ആളുകൾ ലൈവായി കളി കാണുമ്പോൾ രാജ്യത്തിന്റെ വലിയ പ്രതീക്ഷകളും ചുമലിലേറ്റി ക്രീസിലിറങ്ങി പരാജയപ്പെടുക എന്ന് പറയുന്നത് ഒരു താരത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള മാനസിക സമ്മർദ്ദമാണ്. പ്രത്യേകിച്ച് സഞ്ജു സാംസണെ പോലൊരു താരം. ഓരോ മത്സരവും അദ്ദേഹത്തിന് ഒരു അഗ്നി പരീക്ഷയാണ്. ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാൽ ടീമിൽ നിന്ന് പുറത്താക്കാൻ 1000 പേർ കാത്തിരിക്കുന്ന അവസ്ഥ. ഇത്തരമൊരു സാഹചര്യത്തിൽ ഏതൊരു കളിക്കാരനും കടുത്ത ദേഷ്യത്തിലോ നിരാശയിലോ ആയിരിക്കും. അവർ ആരോടും സംസാരിക്കാൻ കൂട്ടാക്കില്ല. ക്യാമറ കണ്ണുകളിൽ നിന്നും ആരാധകരിൽ നിന്നും ഒളിച്ചോടാൻ മാത്രമായിരിക്കും അവർ ശ്രമിക്കുക. കാരണം അവരുടെ ഉള്ളിലെ ആ മെന്റാലിറ്റി അതിന് സമ്മതിക്കില്ല. താൻ തന്റെ അവസരം സ്വയം നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ചിന്തകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്നാൽ ഇംഗ്ലണ്ടിലെ ആ കറുത്ത പുകമറ നിറഞ്ഞ അന്തരീക്ഷത്തിൽ നമ്മൾ കണ്ടത് അതൊന്നുമായിരുന്നില്ല. സഞ്ജു സാംസൺ എന്ന മനുഷ്യൻ അവിടെയും തന്റെ തനത് ശൈലി കൈവിട്ടില്ല. കളി മഴ കൊണ്ടുപോയപ്പോൾ സ്റ്റേഡിയത്തിൽ ബാക്കിയുണ്ടായിരുന്ന ആ മലയാളി ആരാധകൻ പ്രതീക്ഷയോടെ സഞ്ജുവിനെ നോക്കി വിളിച്ചപ്പോൾ അവനെ അവഗണിച്ചു നടന്നു പോകാൻ സഞ്ജുവിന് കഴിയുമായിരുന്നു. സെക്യൂരിറ്റിയെ വിട്ടു മാറ്റാമായിരുന്നു. എന്നാൽ സഞ്ജു ചെയ്തത് എന്താണ് സുഹൃത്തുക്കളെ? സഞ്ജു ഡഗ്ഔട്ടിലിരിക്കുന്നു. കനത്ത നിരാശ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. കരിയറിലെ ഏറ്റവും കടുത്ത വിമർശനങ്ങൾ ഇർഫാൻ പത്താനെയും രവിശാസ്ത്രിയെയും പോലെയുള്ള മുൻതാരങ്ങൾ കമന്ററി ബോക്സിലിരുന്ന് അഴിച്ചുവിട്ട സമയമാണത്. തന്റെ ബാറ്റിംഗ് പൊസിഷനെ കുറിച്ചും സ്ഥിരതയില്ലായ്മയെക്കുറിച്ചുമുള്ള ചർച്ചകൾ അണിയറയിൽ സജീവമാണ്. ആ സമയത്താണ് ഒരു മലയാളി ആരാധകൻ വന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നത്. സഞ്ജു തിരിഞ്ഞു നോക്കുന്നു. മുഖത്തൊരു ചെറിയ ചിരി വരുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ചിരി ഒരു സ്വാഭാവിക ചിരിയായിരുന്നില്ല സുഹൃത്തുക്കളെ. തന്റെ ഉള്ളിലെ കനത്ത സങ്കടവും നിരാശയും ആരാധകൻ കണ്ട് വിഷമിക്കാതിരിക്കാൻ വേണ്ടി സഞ്ജു കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒരു മാസ്ക് മാത്രമായിരുന്നു ആ പുഞ്ചിരി. അദ്ദേഹത്തിന്റെ ശരീരഭാഷ വിളിച്ചോതുന്നുണ്ടായിരുന്നു സഞ്ജു എത്രത്തോളം മാനസികമായി തകർന്നിരിക്കുകയാണെന്ന്. നെക്സ്റ്റ് ടൈം എടുക്കാം എന്ന് സഞ്ജു പറയുമ്പോൾ അതിലൊരു വലിയ അപേക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലല്ലോ അളിയ. എന്നെ എന്റെ ഈ വിഷമവുമായി കുറച്ചു സമയം ഒറ്റയ്ക്ക് വിടൂ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ശരീരഭാഷ. എങ്കിലും ആ ആരാധകനോട് കയർത്തു സംസാരിക്കാനോ മുഖം തിരിക്കാനോ സഞ്ജു തയ്യാറായില്ല. ആ ഒരു ഒറ്റ നോട്ടത്തിൽ, ആ ഒരു വാക്കിൽ സഞ്ജു സാംസൺ എന്ന മനുഷ്യന്റെ ക്യാരക്ടർ എന്താണെന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ക്രിക്കറ്റിൽ സെഞ്ചുറികൾ അടിക്കുന്ന താരങ്ങൾ ഒരുപക്ഷെ നാളെ വിസ്മരിക്കപ്പെട്ടേക്കാം. എന്നാൽ മനുഷ്യത്വം കൊണ്ട് ആളുകളുടെ ഹൃദയം കീഴടക്കുന്ന താരങ്ങൾ യുഗങ്ങളോളം ആരാധിക്കപ്പെടും. സഞ്ജു സാംസൺ എന്ന കളിക്കാരന് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയധികം ഫാൻ ബേസ് ഉണ്ടാകാൻ കാരണം അദ്ദേഹത്തിന്റെ കവർ ഡ്രൈവുകളോ സിക്സറുകളോ മാത്രമല്ല, പകരം അദ്ദേഹത്തിന്റെ ഈ ഒരു ഹ്യൂമൻ ടച്ച് തന്നെയാണ്.
താനൊരു വലിയ ഇന്റർനാഷണൽ സെലിബ്രിറ്റിയാണ് എന്ന ഭാവമൊന്നും ഒരിക്കലും സഞ്ജുവിന്റെ പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. തിരുവനന്തപുരത്തെ ഗല്ലി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കുന്ന അതേ പച്ചയായ മനുഷ്യനായിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലും ഡഗ് ഔട്ടിലും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചു നിൽക്കുമ്പോഴും ആരാധകന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ അദ്ദേഹത്തിന് തോന്നിയത്. വിമർശകർക്ക് സഞ്ജുവിനെ കളിയിലെ സ്ഥിരതയില്ലായ്മയുടെ പേരിൽ വേട്ടയാടാൻ കഴിഞ്ഞേക്കും. സെലക്ടർമാർക്ക് അദ്ദേഹത്തെ പ്ലേയിങ് 11-ൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞേക്കും. എന്നാൽ ആരാധകരുടെ മനസ്സിൽ സഞ്ജുവിന് നൽകിയിരിക്കുന്ന ആ ഒരു സിംഹാസനം തട്ടിയെടുക്കാൻ വടക്കൻ ലോബിയിലെ ഒരു കൊമ്പന്മാർക്കും കഴിയില്ല എന്ന് ഈ ഒരു ചെറിയ സംഭവം വീണ്ടും തെളിയിക്കുകയാണ്. ഈ ഒരു കഠിനമായ ഘട്ടം സഞ്ജുവിന് ഒരു അഗ്നി പരീക്ഷ തന്നെയാണ്. പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, സഞ്ജു സാംസൺ തന്റെ കരിയറിലുടനീളം ഇത്തരം നിരവധി അവഗണനകളെയും കപട വിമർശനങ്ങളെയും അതിജീവിച്ചു വന്ന വലിയൊരു പോരാളിയാണ്. ഡ്രസ്സിംഗ് റൂമിൽ വൈഭവ് സൂര്യവംശയെ പോലെയുള്ള യുവതാരങ്ങൾ വെല്ലുവിളി ഉയർത്തുമ്പോഴും കമന്ററി ബോക്സിൽ മുൻ താരങ്ങൾ വാളെടുക്കുമ്പോഴും സഞ്ജുവിന് മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ: തന്റെ ബാറ്റ് കൊണ്ട് കനത്ത മറുപടി നൽകുക. ആരാധകനോട് സഞ്ജു പറഞ്ഞ ആ വാക്കുകൾ നമുക്ക് പ്രത്യാശയോടെ എടുക്കാം. നെക്സ്റ്റ് ടൈം എടുക്കാം. അതെ, അടുത്ത തവണ സഞ്ജു വരുന്നത് കളി ജയിച്ച വലിയൊരു മാച്ച് വിന്നർ ആയിട്ടായിരിക്കും. അന്ന് ഇതേ ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ഇതേ ആരാധകനൊപ്പം ആ ചിരിക്കുന്ന മുഖത്തോടെ സഞ്ജു ഫോട്ടോ എടുക്കുമെന്ന കാര്യത്തിൽ മലയാളി ആരാധകർക്ക് യാതൊരു സംശയവുമില്ല. ഈ വീഴ്ച ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. തന്റെ കളിശൈലിയിലെ പോരായ്മകൾ പരിഹരിച്ച് കൂടുതൽ ശക്തനായി സഞ്ജു ഇന്ത്യൻ ടീമിന്റെ നീല ജേഴ്സിയിൽ റൺവേട്ട തുടരുക തന്നെ ചെയ്യും. വിമർശിക്കുന്നവരുടെ വായടപ്പിക്കാൻ സഞ്ജുവിന് വലിയ PR വർക്കുകളുടെ ആവശ്യമില്ല. പകരം അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ലക്ഷക്കണക്കിന് ആരാധകരുടെ ഈ ഒരു വലിയ പ്രാർത്ഥന മാത്രം മതി. ഇംഗ്ലണ്ടിലെ ആ കടുത്ത പരാജയത്തിന്റെ നിരാശയിലിരിക്കുമ്പോഴും മലയാളി ആരാധകനോട് സഞ്ജു സാംസൺ കാണിച്ച ആ വലിയ മനസ്സിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? സഞ്ജുവിന്റെ ആ ഒരു ചെറിയ പുഞ്ചിരിക്കുള്ളിലെ കനത്ത വിഷമം നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിച്ചോ? വരും മത്സരങ്ങളിൽ സഞ്ജു തന്റെ കില്ലർ ഫോമിലേക്ക് മടങ്ങിയെത്തി ഈ വിമർശകരുടെയെല്ലാം വായടപ്പിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ സഞ്ജു സാംസൺ ആരാധകരിലേക്കും ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് സഞ്ജു എന്ന പച്ചയായ മനുഷ്യന്റെ ഈ വലിയ പെരുമാറ്റം എല്ലാവരിലും എത്തിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ സ്റ്റാറ്റസ് വിശകലനങ്ങളും ഏറ്റവും പുതിയ മാസ് ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.